ഏതായാലും ഞാൻ ഒരു കാര്യം കൂടി പ്രേക്ഷകരോട് പറയുന്നു. ഇന്ന് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് നിശ്ചയമായി നേരത്തെ ലാലു പറഞ്ഞതുപോലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് RSS BJP പ്രവർത്തകരാണ് എന്നുള്ളതുകൊണ്ട് അവരുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഇക്കാര്യങ്ങളിൽ പറയാനുള്ളത് എന്നതും പ്രധാനമാണ്. പക്ഷേ അവരാരും ഈ ചർച്ചയിലേക്ക് വരുന്നില്ല എന്ന് വേണം ധരിക്കാൻ. കാരണം നമ്മൾക്കെല്ലാം ഈ പാർട്ടികൾ അവരുടെ മീഡിയ പാനലിൽ നിന്നാണ് ആളുകളെ തരുന്നത്. നമ്മൾ സ്വതന്ത്രമായി വിളിക്കുകയല്ല. അവരുടെ മീഡിയ പാനലിനെ കൈകാര്യം ചെയ്യുന്ന ആളിനെ പലതവണ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല. അതിനുശേഷം മെസ്സേജ് അയച്ചിട്ടും അതിന് മറുപടി വന്നിട്ടില്ല. മറ്റൊരു BJPയിൽ ചർച്ചയ്ക്ക് വരുന്ന ഒരു സുഹൃത്തിനെ വിളിച്ച് അദ്ദേഹത്തോട് ഇക്കാര്യം പറഞ്ഞിട്ടും അദ്ദേഹം വഴിയും സംസാരിച്ചിട്ടും ഒരാളെയും തന്നില്ല എന്നതുകൂടി പ്രേക്ഷകരോട് ഒരു ചർച്ചയുടെ ഒരു ജനാധിപത്യ സ്വഭാവത്തിൽ നിന്നും പറയേണ്ടതുണ്ട് എന്ന് കരുതിയതുകൊണ്ട് പറയുന്നു. ലാലിനോട് ഒരു കാര്യം കൂടി പറയാം. പക്ഷേ ഇന്ന് CPIM ഇതുപോലെ തന്നെ CPIMൻ്റെ പ്രതിനിധി ചർച്ചയിലേക്ക് ആരെ തരും എന്ന് എല്ലാ മാധ്യമങ്ങളും ചോദിക്കുന്നത് പോലെ കൈരളി ചോദിച്ചപ്പോഴും ഞങ്ങളിതാണ് വിഷയം എടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ CPIM പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ വിഷയത്തിന് മാത്രമേ ഇന്ന് ചർച്ചയ്ക്ക് CPIM ആളെ നൽകൂ എന്ന നിലയിലേക്ക് CPIM ഒരു നിലപാടിന്ന് സ്വീകരിക്കുക കൂടി ചെയ്തു എന്ന് ഞാൻ സാന്ദർഭികമായി ലാലിനോട് സൂചിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു നിലപാട് CPIM ഇന്ന് എടുത്തതായി ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് ചർച്ചകളിൽ സ്വാഭാവികമായും ഈ വിവാദങ്ങളുടെ അരികുപറ്റി നിൽക്കുന്ന ഒരു മാധ്യമ ചർച്ചാ രീതിയാണല്ലോ. അതിലേക്ക് എനിക്ക് തോന്നുന്നില്ല CPIM പ്രതിനിധി നേരിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഒരു CPIMൻ്റെ DYFIയുടെ CITUവിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ട് നിൽക്കുന്ന ഒരു രാത്രിയിൽ അതിന് ഒരു ഗൗരവവും കൊടുക്കാതെ അത്തരം മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ഇത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കണമെന്ന പൊതു തീരുമാനത്തിന് വിഘാതമായി തുടർച്ചയായി ആളുകൾ പ്രവർത്തിക്കുമ്പോൾ അതിനെതിരായ ഒരു അവബോധം സൃഷ്ടിക്കാൻ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല എങ്കിൽ ആ പാർട്ടി ഇതിൻ്റെ പ്രതിനിധികളെ അയക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നത് വളരെ ഏറെ പ്രസക്തമാണ് എന്ന് ലാലി കരുതുന്നോ? നിശ്ചയമായി. നോക്കൂ, ഒരു ചർച്ച ഇന്ന് കേരളത്തിൽ നടക്കാൻ സാധ്യതയുള്ള മറ്റ് ചർച്ചകൾ എന്താണ്? ഇപ്പം ശശി തരൂർ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, അതിൽ നിന്ന് പിൻവലിഞ്ഞു. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളല്ലേ ഇവിടെ ചർച്ച ചെയ്യാനുള്ളത്? ഇത് അങ്ങനെയുള്ളൊരു വിഷയം, അതിനെക്കാട്ടിലും എത്രയോ ഗ്രാവിറ്റിയുള്ള ഒരു വിഷയമാണിത്. ഇപ്പൊ ഈ പറയുന്ന ഞാൻ ചോദിക്കട്ടെ, ശശി തരൂർ വിഷയം ചർച്ച ചെയ്താൽ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ശശി തരൂർ വിഷയം ചർച്ച ചെയ്താൽ ആ വിഷയം തന്നെയാണ് മാധ്യമങ്ങൾ ചർച്ചയ്ക്ക് എടുക്കുന്നിരിക്കട്ടെ. അത് ചെയ്താലും കോൺഗ്രസിനാണ് ക്ഷീണം. ആ വിഷയം കോൺഗ്രസിന് ക്ഷീണമുള്ള ഒരു വിഷയമാണ്. പക്ഷെ അത് വേണ്ട, കോൺഗ്രസിന് ക്ഷീണമുള്ള വിഷയമല്ല ചെയ്യേണ്ടത്. കാര്യം അതിനെക്കാട്ടിലും വലിയ വലിയ വിഷയമാണിത് എന്നല്ലേ നമ്മൾ പറയുന്നത്. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ കൊല്ലപ്പെട്ടിട്ട് അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനത്തിന് മേളിലല്ല നമുക്കൊന്നും. അത് കഴിഞ്ഞിട്ടേ ബാക്കി എന്തുള്ളൂ. അത് CPIM അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ പാർട്ടി അഭിനന്ദിക്കുകയാണ് വേണ്ടത്. കാര്യം നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാള് കൊല്ലപ്പെട്ട ശേഷം നമ്മൾ പോയിരുന്നു വേറെ എന്തെങ്കിലും പറയാം. അതും ഞാനതാ പറഞ്ഞത്. ഞാൻ ആ മാതൃഭൂമിയുടെ ചർച്ചയ്ക്ക് പോയപ്പോഴും ഞാൻ പറഞ്ഞത് എന്ത് എന്നുള്ളതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അതിനാണ് പ്രാധാന്യം ഉണ്ടാകുന്നത്. അതല്ലാതെ നമ്മൾ ചുമ്മാതെ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല. ഇവിടെ ഡബിൾ സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ ഡബിൾ സ്റ്റാൻഡേർഡിനെ ഡീല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമ്മളും കണ്ണടച്ചിട്ട് കാര്യമില്ല. ഡീല് ചെയ്തേ മതിയാവൂ. നിസ്സഹകരിക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. നിസ്സഹകരണം എന്ന് നോൺ കോഓപ്പറേഷൻ അതൊരു ഗാന്ധിയൻ മെത്തഡാണ്. അതിനെന്താ ഒരു തെറ്റുമില്ല. കറക്റ്റ് നിലപാടാണ്. അതുകൊണ്ട് തന്നെ ചാനൽ ചർച്ചകളിൽ, ദൃശ്യമാധ്യമങ്ങളുടെ ചർച്ചകളിൽ അനിവാര്യമായ ഘട്ടങ്ങളിൽ വിട്ടുനിൽക്കൽ എന്നുള്ളത് ജനാധിപത്യപരമായി രാഷ്ട്രീയ പാർട്ടികൾക്ക് അല്ലെങ്കിൽ CPIMന് ഒരു നിലപാട് സ്വീകരിക്കാവുന്നതാണ് എന്ന ഒരു അഭിപ്രായമാണ് ലാൽകുമാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ. മാധ്യമങ്ങളുടെ വളരെ പ്രകടമായ ഇരട്ടത്താപ്പ്, അത് സമൂഹത്തിന് ഒട്ടും ഗുണകരമല്ലാത്ത, അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള, മാധ്യമങ്ങളുടെ ശരിയായ ശക്തി അറിയേണ്ടത് ഇത്തരം കാര്യങ്ങളിൽ കൂടിയാണ്. അപ്പോൾ അതിന് തങ്ങൾ തയ്യാറല്ല എന്ന നില, അത് ഇടതുപക്ഷക്കാരാണ് കൊല്ലപ്പെടുന്നതെങ്കിൽ, CPIMകാരാണ് കൊല്ലപ്പെടുന്നതെങ്കിൽ, DYFIക്കാരാണ് കൊല്ലപ്പെടുന്നതെങ്കിൽ, CITUക്കാരാണ് കൊല്ലപ്പെടുന്നതെങ്കിൽ ഇത്രയേ ഉള്ളോ എന്ന ഒരു മനോഭാവത്തോടു കൂടി ഒരു മാധ്യമ പ്രവർത്തനം ഈ നാട്ടിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ സ്വാഭാവികമായും അതിനെതിരായിട്ടുള്ള ഈ പറഞ്ഞ ചൂണ്ടിക്കാട്ടി തിരുത്തി പോകാൻ കഴിയുന്ന തരത്തിലേക്കുള്ള നിസ്സഹകരണത്തിൻ്റെ ജനാധിപത്യ രൂപമുണ്ടാകണം എന്നതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ലാൽ അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായമായി പറഞ്ഞു വെച്ചത്.